ഇന്ന് വന്നിരിക്കുന്നത് ഇവരൊക്കെ കുട്ടികളാണോ അതോ കുറ്റവാളികളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പം ഷഹബാസിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പുറത്ത് പുതിയതായിട്ട് വരുന്നത് ഇവർ നഞ്ചക്കിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബ് നോക്കി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് അതായത് നഞ്ചക്ക് കൊണ്ട് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മരണപ്പെടാം, എങ്ങനെ തലയോട്ടി പൊട്ടി മരണപ്പെടാം എന്നുള്ളതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് നോക്കി പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് സാധാരണയായിട്ട് സംഭവിക്കാറുള്ളത് അബദ്ധങ്ങളാണ്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് കൊലപാതകം തന്നെയാണ്. അതും കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള കൊലപാതകം തന്നെയാണ് ഷഹബാസിൻ്റെ ഈ ഒരു മരണം. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഈ ഒരു കൊലപാതകളായിട്ടുള്ള ഈ ഒരു കുട്ടികളെ നമുക്ക് കുട്ടികളുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റില്ല. അവരെ അഡൽട്ട് കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഒരു അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ശിക്ഷയാണോ നമ്മൾ കൊടുക്കാറുള്ളത്, നമ്മുടെ കോടതി കൊടുക്കാറുള്ളത്, അത് തന്നെ നമ്മൾ ഇവർക്കും വാങ്ങിക്കൊടുക്കണം. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്, അതായത് ഒരു 2 മാസത്തേക്കൊക്കെ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ഒരു ന്യൂസ് മാത്രമായി മാറും ഇത്. ഇപ്പം നമ്മളിതിന് ഇങ്ങനെയൊരു റിയാക്ഷൻ, അതായത് ഇങ്ങനെയൊരു ആക്ഷൻ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, ഇവരുടെ മൈൻഡ് സെറ്റ് അഡൽട്ട് കാറ്റഗറിയിൽ പെടുത്തി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇതൊരു 2 മാസം കൊണ്ട് ചൂടാറി പോകുന്നൊരു കേസ് മാത്രമായി പോകും. ആ ഒരു ഷഹബാസിൻ്റെ വീട്ടുകാർക്ക് മാത്രം ഒരു നഷ്ടവും സംഭവിക്കും. അത്ര മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഈ ഒരു കുറ്റവാളികൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടിൻ്റെ ഗതി എന്താവും എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് നിർത്തിക്കൊണ്ട് വേണം ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള ഈ കുട്ടികൾ എക്സാം എഴുതി പരീക്ഷ എഴുതിയിട്ട് നാളത്തെ തലമുറയിലൊന്നും തന്നെ ആകാൻ പോകുന്നില്ല. അവർ നാടിനെ നശിപ്പിക്കുന്നല്ലാതെ മുന്നോട്ടൊരു നല്ല ജനതയെ വാർത്തെടുക്കാൻ ഇവർക്കതിന് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതായത് 15-16 വയസ്സുള്ള കുട്ടികൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇവർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് വേണം ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്നത് പോലെയാകും ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. 15-16 വയസ്സായ കുട്ടികൾ, ഈ ഒരു കരാട്ടെ പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ ഒരു നഞ്ചക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് യൂട്യൂബ് നോക്കി വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഇവർ ഇത് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായിട്ടുള്ള പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണ് ഷഹബാസിൻ്റെത്. അതിൻ്റേതായ സീരിയസ്നെസ്സോട് കൂടി വേണം നിയമം പാലിക്കുന്നവർ ഈ ഒരു കുറ്റത്തെയും ക്രൂരകൃത്യത്തെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട്.